അസ്സലാമു അലൈക്കും. ഈ വീഡിയോയിൽ സൂറ അൻ-നിസായിലെ ആദ്യത്തെ 10 ആയത്തുകളുടെ അർത്ഥമാണ് നാം പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു നമ്മുടെ പഠനത്തെ ദുനിയാവിലും ആഖിറത്തിലും നല്ല ഒരു കാര്യമാക്കി വെളിച്ചമാക്കി നമുക്ക് നൽകട്ടെ. ആമീൻ. ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥത്തിലേക്ക് പോവാം. മനുഷ്യരെ, നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെയും സൃഷ്ടിക്കുകയും അവർ ഇരുവരിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്തവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. ഏതൊരു അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നുവോ അവനെ നിങ്ങൾ സൂക്ഷിക്കുക. കുടുംബബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. അനാഥകൾക്ക് അവരുടെ സ്വത്തുക്കൾ നിങ്ങൾ വിട്ടുകൊടുക്കുക. നല്ലതിനു പകരം ദുഷിച്ചത് നിങ്ങൾ മാറ്റിയെടുക്കരുത്. നിങ്ങളുടെ ധനത്തോട് കൂട്ടിച്ചേർത്ത് അവരുടെ ധനം നിങ്ങൾ തിന്നുകളയുകയും അരുത്. തീർച്ചയായും അത് ഒരു കൊടും പാതകമാകുന്നു. മൂന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം: അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ മറ്റു സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ വിവാഹം ചെയ്തുകൊള്ളുക. എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീയെ ഭാര്യയെപ്പോലെ സ്വീകരിക്കുക. നിങ്ങൾ അതിരുവിട്ടു പോകാതിരിക്കാൻ അതാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. നാലാമത്തെ ആയത്തിൻ്റെ അർത്ഥം: സ്ത്രീകൾക്ക് അവരുടെ വിവാഹമൂല്യങ്ങൾ മനസ്സംതൃപ്തിയോടുകൂടി നിങ്ങൾ നൽകുക. ഇനി അതിൽ നിന്ന് വല്ലതും സന്മനസ്സോടെ അവർ വിട്ടുതരുന്ന പക്ഷം നിങ്ങളത് സന്തോഷപൂർവ്വം സുഖമായി ഭക്ഷിച്ചുകൊള്ളുക. ഇനി അഞ്ചാമത്തെ ആയത്തിൻ്റെ അർത്ഥം: അള്ളാഹു നിങ്ങളുടെ നിലനിൽപ്പിനുള്ള മാർഗമായി നിശ്ചയിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾ വിവേകമില്ലാത്തവർക്ക് കൈവിട്ട് കൊടുക്കരുത്. എന്നാൽ അതിൽ നിന്നും നിങ്ങൾ അവർക്ക് ഉപജീവനവും വസ്ത്രവും നൽകുകയും അവരോട് മര്യാദയുള്ള വാക്ക് പറയുകയും ചെയ്യുക. 6. അനാഥകളെ നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക. അങ്ങനെ അവർക്ക് വിവാഹപ്രായമെത്തിയാൽ നിങ്ങൾ അവരിൽ കാര്യബോധം കാണുന്ന പക്ഷം അവരുടെ സ്വത്തുക്കൾ അവർക്ക് വിട്ടുകൊടുക്കുക. അവർ അനാഥകൾ വലുതാകുമെന്നത് കണ്ട് അമിതമായും ധൃതിപ്പെട്ടും അത് തിന്നു തീർക്കരുത്. ഇനി അനാഥരുടെ സംരക്ഷണമേൽക്കുന്ന വല്ലവനും കഴിവുള്ളവനാണെങ്കിൽ അതിൽ നിന്നെടുക്കാതെ മാന്യത പുലർത്തുകയാണ് വേണ്ടത്. വല്ലവനും ദരിദ്രനാണെങ്കിൽ മര്യാദപ്രകാരം അയാൾക്കതിൽ നിന്ന് ഭക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് അവരുടെ സ്വത്തുക്കൾ അവർക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ അതിന് സാക്ഷി നിർത്തേണ്ടതുമാണ്. കണക്ക് നോക്കുന്നവനായി അള്ളാഹു തന്നെ മതി. ഇനി 7-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം: മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയ ധനത്തിൽ പുരുഷന്മാർക്ക് ഓഹരിയുണ്ട്. മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയ ധനത്തിൽ സ്ത്രീകൾക്കും ഓഹരിയുണ്ട്. ആ ധനം കുറച്ചാകട്ടെ കൂടുതലാകട്ടെ അത് നിർണയിക്കപ്പെട്ട ഓഹരിയാകുന്നു. ഇനി 8-ാമത്തെ ആയത്തിനർത്ഥം: സ്വത്ത് ഭാഗിക്കുന്ന സന്ദർഭത്തിൽ മറ്റു ബന്ധുക്കളോ അനാഥകളോ പാവപ്പെട്ടവരോ ഹാജരുണ്ടായാൽ അതിൽ നിന്ന് അവർക്ക് നിങ്ങൾ വല്ലതും നൽകുകയും അവരോട് മര്യാദയുള്ള വാക്ക് പറയുകയും ചെയ്യേണ്ടതാകുന്നു. 9-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം:
തങ്ങളുടെ പിന്നിൽ ദുർബലരായ സന്താനങ്ങളെ വിട്ടേച്ചു പോയാൽ അവരുടെ ഗതിയെന്താകുമെന്ന് ഭയപ്പെടുന്നവർ അതേവിധം മറ്റുള്ളവരുടെ മക്കളുടെ കാര്യത്തിൽ ഭയപ്പെടട്ടെ. അങ്ങനെ അവർ അല്ലാഹുവെ സൂക്ഷിക്കുകയും ശരിയായ വാക്ക് പറയുകയും ചെയ്യട്ടെ. ഇനി 10-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം: തീർച്ചയായും അനാഥകളുടെ സ്വത്തുക്കൾ അന്യായമായി തിന്നുന്നവർ അവരുടെ വയറുകളിൽ തിന്നു നിറയ്ക്കുന്നത് തീ മാത്രമാകുന്നു. പിന്നീട് അവർ നരകത്തിൽ കത്തിയെരിയുന്നതുമാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.